66 പുസ്തകങ്ങളും 1189 അധ്യായങ്ങളും 31,173 വാക്യങ്ങളും ചേർന്ന പുസ്തകമാണ് ബൈബിൾ. പുസ്തകം എന്ന അർത്ഥം വരുന്ന ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന ഇംഗ്ലീഷ് പേര് രൂപപ്പെട്ടത്. എബ്രായ, ഗ്രീക്ക്, അരാമ്യ ഭാഷകളിൽ പാപ്പിറസ് ചെടിയുടെ തോല്, ചർമ്മലിഖിതങ്ങൾ, കൽപ്പലകകൾ തുടങ്ങിയ പ്രതലങ്ങളിലാണ് എഴുതപ്പെട്ടത്. ഏകദേശം 40-ലധികം പേർ വിവിധ കാലഘട്ടങ്ങളിലായാണ് ബൈബിൾ എഴുതിയത്. ദൈവം തന്നെയാണ് പലർക്കും പരിശുദ്ധാത്മാവിനാൽ പ്രചോദനം നൽകി എഴുതിയിരിക്കുന്നത്. എന്നാൽ ഒരുമിച്ചിരുന്ന് എഴുതിയതുപോലെ അത്ഭുതമാണ് ഇതിന്റെ രചന. രാജാക്കന്മാർ, മന്ത്രിമാർ, മീൻ പിടിക്കുന്നവർ, ആട്ടിടയന്മാർ, പ്രവാചകന്മാർ, കർഷകർ, കാട്ടത്തിപ്പഴം പറക്കുന്നവർ, നികുതി പിരിക്കുന്നവർ, കളക്ടർ, ഡോക്ടർ ഇവരെല്ലാം എഴുതിയ പുസ്തകങ്ങൾ ഒന്നിച്ചതാണ് ബൈബിൾ. ഇവരിൽ ദരിദ്രരും ധനികരും പണ്ഡിതനും പട്ടണവാസികളും സാധാരണക്കാരായ ഗ്രാമവാസികളും ഉണ്ട്. മോശ 1500 സീനായ് മലയിൽ വച്ചാണ് പരിശുദ്ധാത്മ പ്രേരിതനായി ബൈബിൾ രചന ആരംഭിച്ചത്. പിന്നെ അത് ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ ബൈബിൾ രചന തുടർന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്ന പല പുസ്തകങ്ങളും അവരുടെ സ്വന്തം പേര് കൊണ്ട് എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ മലാഖി പുസ്തകം മലാഖി പ്രവാചകനാണ് എഴുതിയിരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം ദാനിയേൽ പ്രവാചകനാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പല പുസ്തകങ്ങളും അവരുടെ സ്വന്തം പേരുകളിൽ തന്നെ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ പ്രസിദ്ധരായ മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ, ജി ശങ്കരക്കുറുപ്പ്, സുകുമാർ അഴീക്കോട്, സുഗതകുമാരി, ONV കുറുപ്പ്, സച്ചിദാനന്ദൻ, ശ്രീധരൻ എന്നിവർ ബൈബിൾ പാരായണം ചെയ്തവരിൽ ചിലരാണ്. ദൈവവചനത്തെക്കുറിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ജീവിപ്പിക്കുന്ന വിത്തിനോടും ഇരുളാകുന്ന പാതയിൽ കാലുകൾക്ക് വെളിച്ചം നൽകുന്ന വിളക്കിനോടും ആത്മീക വളർച്ചയ്ക്ക് ഉതകുന്ന മായമില്ലാത്ത പാലിനോടും ഇരുവായ് തലയുള്ള വാളിനോടും ആർക്കും തകർക്കുവാൻ കഴിയാത്ത ഉറപ്പുള്ള പാറയോടും ദഹിപ്പിക്കുന്ന അഗ്നിയോടും സ്വയം കാണാൻ സഹായിക്കുന്ന കണ്ണാടിയോടും പാറയെ തകർക്കുന്ന ചുറ്റികയോടും മധുരിപ്പിക്കുന്ന തേനിനോടും ശുദ്ധീകരിക്കുന്ന വെള്ളത്തോടും അനുഗ്രഹം നൽകുന്ന മഞ്ഞിനോടും മഴയോടും ഉപമിച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും യുദ്ധം, ക്ഷാമം എന്നിവയെക്കുറിച്ചും മാരകമായ രോഗങ്ങളെക്കുറിച്ചും കടലിലും കരയിലും പ്രപഞ്ചത്തിലും നടക്കുവാൻ പോകുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചും വരുവാനുള്ള ഏകലോക ഗവൺമെന്റിനെ കുറിച്ചും അഖില ലോകാധിപതിയുടെ രംഗപ്രവേശനത്തെക്കുറിച്ചും വളരെ വ്യക്തമായി മുൻകൂട്ടി ബൈബിളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ലോകത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ. ബഹിരാകാശത്ത് വച്ച് വായിച്ച ആദ്യ ഗ്രന്ഥം ബൈബിളാണ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളുടെയും കോടതികളിൽ സൂക്ഷിക്കപ്പെടുന്ന ഏക ഗ്രന്ഥമാണ് ബൈബിൾ. എല്ലാ രാജ്യങ്ങളിലും ലഭ്യമാകുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ്. ഏറ്റവും കൂടുതൽ രാജ്യത്ത് അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതും സൗജന്യമായി ലഭിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ട ഗ്രന്ഥം ബൈബിൾ തന്നെയാണ്. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിൾ ഏകദേശം 70 മണിക്കൂർ കൊണ്ട് മുഴുവനും വായിക്കുവാൻ കഴിയും. 18 മണിക്കൂർ കൊണ്ട് പുതിയ നിയമം മുഴുവനും വായിക്കുവാനും സാധിക്കും. ബൈബിളിലെ വചനങ്ങളൊന്നും മനുഷ്യരുടെ സ്വയമായ പ്രചോദനത്താൽ ഉളവായവയല്ല. അതിലെ പ്രവചനമൊന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതുമല്ല. അവ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചവയാണ്. ദുഷ്ടന്മാരെ മനുഷ്യ സ്നേഹികളാക്കിയും ആക്രമികളെ സ്നേഹിക്കുന്നവരാക്കിയും ആലംബഹീനർക്ക് സഹായകമായും
ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് നിത്യജീവനിലേക്കും യഥാർത്ഥ ദൈവഭക്തിയിലേക്കുമുള്ള ദൈവിക പ്രചോദനം പകർന്നുകൊണ്ട് ബൈബിൾ അതിന്റെ യാത്ര തുടർന്നു പോകുന്നു. കാരണം ഇത് ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്.